ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് വ്ളോഗാണ്. സാധാരണ ഞങ്ങൾ പാർക്കിൽ പോയിട്ടാണ് ചെയ്യാറുള്ളത്, വർക്കൗട്ട് ചെയ്യാറുള്ളത്. ബട്ട് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. ടി വിയിൽ നമ്മൾ ഏതെങ്കിലും വർക്കൗട്ടിന്റെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് പതിവ്. സോ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഓൾസോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കുന്നു, അങ്ങനെയുള്ള ഡയറ്റ് ഉണ്ടോ ഇല്ലയോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാനിതിൽ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. കുഞ്ഞു കുട്ടാപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എന്റെ വെള്ളത്തിന്റെ കുപ്പിയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് വരെ, ഹായ് ഹായ്. ഓക്കെ, അപ്പൊ അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുറത്ത് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വന്നതിന് ശേഷം അവനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത്. അപ്പൊ ഞാനും രസ്ന ചേച്ചിയും കൂടെയാണ് രസ്ന ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇവനെ എടുത്തിട്ട് പോയി അവനെ അവിടെ കളിക്കാൻ വിടും. ഞങ്ങൾ ഞങ്ങളുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് നടക്കും. പിന്നെ സാധാരണ ഞങ്ങൾ ഈവനിങ് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഈവനിങ് ചേച്ചി കുറച്ച് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ രാവിലത്തേക്ക് ആക്കി. സോ മുടക്കണ്ട എന്നുള്ള ആ ഒരു ഇന്റൻഷനോട് കൂടി രാവിലെ തന്നെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവും, യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പോവാ കണ്ണാ, പോവാ. ടാറ്റ, പോവാ. വരൂ. പോവാ, വരും. ഓ, അവൻ റെഡിയാണ്. അവൻ ടാറ്റ പോവാൻ റെഡിയാണ്. ഓ, കുപ്പിയൊക്കെ പിടിച്ച് തുറക്കൂ, ഡോറ് തുറക്കൂ. ടാറ്റ പോവാ, തുറക്കൂ. അപ്പോ എന്റെ കുപ്പി പൊട്ടിക്കല്ലടാ. ടാറ്റ പോവാ, പോവാ. ഓ, പോവാ. ആജാ. തുറക്കാൻ പറ, അതിൽ തുറക്കാൻ പറ, തുറക്കാൻ പറയടാ. സോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എത്തി. ഇതാ ആള് നല്ല കരച്ചിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനൊന്ന് ഉറക്കട്ടെ. നല്ലോണം വെള്ളം കുടിച്ചു കേട്ടോ, കാരണം നല്ലോണം സ്വെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വെള്ളം കുടിച്ചു. ഇനി എന്താ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ എന്നെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, വർക്കൗട്ട് ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ ഞാൻ ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതാവുമ്പോൾ വന്നതും കുടിക്കുകയല്ലേ വേണ്ടു. ഇല്ലെങ്കിൽ വന്ന ആ ഒരു ടയേർഡിൽ ഉണ്ടാക്കാനൊന്നും നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഞാൻ വർക്കൗട്ട് കഴിഞ്ഞാൽ കുടിക്കുന്ന ജ്യൂസ്. യൂഷ്വലി ഇത് രാവിലെ കുടിക്കലില്ല, കാരണം വർക്കൗട്ട് കൂടുതലും വൈകിട്ടായിരിക്കും. വൈകിട്ടൊരു 5 to 7 ആ ഒരു ടൈമിങ്ങിലായിരിക്കും. സോ ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് വന്ന ജ്യൂസ് കുടിക്കും. ഇതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ പഴമാണ് എപ്പോഴും എടുക്കാറുള്ളത്. എനിക്ക് പഴമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അത് എപ്പോഴും എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ഫ്രൂട്ട് മാറ്റി മാറ്റി ട്രൈ ചെയ്യാം കേട്ടോ. പഴം കുറച്ച് പാല് കൂടുതൽ വെള്ളം അങ്ങനെ ഇരിക്കണം കേട്ടോ. കുറച്ച് ബദാം ഇടും, ഒരു 3-4 ബദാം ഇടും. പിന്നെ 2 ഡേറ്റ്സ് ഇടും. ചിയാ സീഡ്സ് ഉണ്ടെങ്കിൽ അതും ഇടുക. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് തോന്നുന്നു അതെല്ലാം ഇട്ടിട്ട് നല്ലോണം എന്താ പറയുക, നല്ലൊരു ഷെയ്ക്കായിട്ട് അടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വെയിറ്റ് ലോസ് ആണ്. നമ്മളിങ്ങനെ മധുരം കഴിക്കാതിരിക്കണമെന്ന് ഫീല് വരില്ല ഡേറ്റ്സ് കഴിക്കുന്നുണ്ട്. ഓക്കെ, ഈ കുട്ടികളുടെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് കോപ്പിറൈറ്റ് വരുമോ ഇനി അറിഞ്ഞൂടാ. ഓക്കെ, ഇതാണ് ഞാൻ ആഫ്റ്റർ വർക്കൗട്ട് കുടിക്കുന്നത്. ആൻഡ് ഇനി ഫുഡ് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതെല്ലാം കാണിച്ചത്. ജ്യൂസൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഉച്ചക്കിലേക്കുള്ള കുക്കിങ്ങിലേക്ക് കടന്നു. വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു വിടേണ്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്കിലും അവൻ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കേർഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഉപ്പേരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ക്യാരറ്റ് ഇഷ്ടമാണ്.
ബട്ട് മുമ്പത്തെ പോലെ വേവിച്ച് കൊടുത്തപ്പോൾ കഴിക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കിയാൽ അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക, വേണമെങ്കിൽ കറിവേപ്പില ഇടാം. എന്നിട്ട് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റി ജസ്റ്റ് ക്യാരറ്റ് ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. പിന്നെ എണ്ണ ഒഴിക്കില്ല കേട്ടോ, പിന്നെ എണ്ണ ഒഴിക്കില്ല. ആദ്യം ഒഴിക്കുന്ന ഇത്തിരി എണ്ണ ഒഴിക്കുള്ളൂ. പിന്നെ അങ്ങനെ ആവിയിൽ തന്നെ വേവിച്ചെടുക്കും കേട്ടോ. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. സോ ലഞ്ച് ടൈം ആണ്. ലഞ്ച് ടൈം ഞാൻ എടുത്തിരിക്കുന്നത് കേർഡ് റൈസ് ആണ്. കേർഡ് റൈസ്, ഒരു എഗ്ഗ്, പിന്നെ ക്യാരറ്റ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ചില ദിവസം മടി പിടിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒറ്റ കറിയിൽ ഞാൻ ഒതുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എഗ്ഗ് മാത്രമായിരിക്കും. അപ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോ ദിവസം മൂഡ് അനുസരിച്ചിരിക്കും. ഇന്നിപ്പോൾ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഓക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലഞ്ച് പ്ലേറ്റ് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. സോ മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇതിലിപ്പോൾ എനിക്കിത് മുഴുവൻ കഴിക്കാൻ കിട്ടില്ല, കാരണം മോൻ എന്തായാലും വരും. അപ്പോൾ അവൻ പകുതി കഴിക്കും, ബാക്കി പകുതി. മാക്സിമം ഞാൻ റൈസ് കമ്മിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അതൊരു ലോങ് ടേം നമുക്കത് സാധിക്കില്ല. നമുക്ക് എന്നേക്കുമായിട്ട് ചോറ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ടൈമിൽ ചോറ് ഒഴിവാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടും. എൻ്റെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയൊരു പോർഷൻ നമുക്ക് വേണ്ട ഫുഡ് എന്തായാലും കഴിക്കണം. അപ്പോൾ ചോറ് ചെറിയൊരു പോർഷൻ വെക്കുക. ബാക്കി ഇതിലിപ്പോൾ കേർഡ് റൈസ് ആയതുകൊണ്ട് ഇതിൽ കേർഡ് വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഞാൻ കേർഡ് എടുക്കും കേട്ടോ കഴിക്കാനായിട്ട്. സോ ഇതാണ് എൻ്റെ ലഞ്ച് പ്ലേറ്റ്. യൂഷ്വലി ഉച്ചയ്ക്ക് ഉറങ്ങുന്നൊരു പതിവ് എനിക്കില്ല. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല, രാവിലെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. സോ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റത് 5:45. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ ആക്ച്വലി ഒരു 4 to 5 ഉള്ളിലാണ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കേണ്ടത്. ഞാൻ ഇത്തിരി ടൈമായിപ്പോയി. സോ ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഡിന്നർ പുറത്തുനിന്നായിരുന്നു കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. യൂഷ്വലി വീക്ക് ഡേയ്സിൽ അങ്ങനെ നടക്കാറില്ല. ബട്ട് ഇന്നലെ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചു. 2 ചപ്പാത്തിയും ചിക്കൻ കറി ആയിട്ടോ കഴിച്ച്, ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയായിരുന്നു ഡിന്നർ. ഓക്കെ, പിന്നെന്താ ഇങ്ങനെ മോൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുക. വെയിറ്റ് ലോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഈ 2 കാര്യം. ഓൾസോ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതും. അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കറക്റ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മെഷർ ചെയ്തിട്ട് ഇത്ര ലിറ്റർ എന്നുള്ള വെള്ളം കേട്ടോ ഞാൻ കുടിക്കുന്നത്. സോ ഇതെല്ലാം ഫോളോ ചെയ്താൽ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ തരാം കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.